കസിൻ്റെ പുതിയ എല്ലാവർക്കും സാധാരണ. അപ്പം ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഭയങ്കര ചൂട്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഭയങ്കര ചൂട്. ആണ്ടാണ്ട വീട്ടിൽ വരെ ഇത് ലൈറ്റ് ഇടാത്ത വെളിച്ചമാണ് പുറത്തിട്ട്. എൻ്റെ അമ്മ എന്തൊരു ചൂട്. പുറത്തൊന്നും ഇറങ്ങാൻ വയ്യ. ഞാൻ സ്വിമ്മിങ് പൂളിൽ പോയി ചാടാൻ പോകുന്നു. അയ്യോ ഇതെന്തൊരു ചൂടുള്ള. അയ്യോ വേങ്കറ്. എൻ്റെ അമ്മ ഇതെന്തൊരു ചൂടുവെള്ളം ഗൈസ്. ഈ വെള്ളം ചൂടായി കിടക്കുക ഗൈസ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തേ പറ്റുള്ളൂ നമുക്ക്. അല്ല എനിക്കൊരു താർ റോക്സിലല്ലോ മോഡിഫൈഡ് താറുണ്ടായിരുന്നു. അതിലത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അതിലെന്താ പറയുക, പെട്ടെന്ന് വണ്ടി അത് എവിടെയെങ്കിലും കൊണ്ടിട്ട് ആ സ്ഥലം ഫുള്ള് തണുക്കും. ആ ഒരു ഗുണമുണ്ട്. അപ്പം നമുക്ക് ആ വണ്ടി ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ആയില്ല. നമുക്ക് നേരെ അവൻ്റെ അടുത്തേക്ക് പോവാം. എൻ്റെ വണ്ടിയിൽ AC ഒക്കെ വർക്കിംഗ് ആണോ എന്തോ. അയ്യോ അവിയെന്ന് വണ്ടിയിൽ AC വർക്കിംഗ് അല്ല പുല്ല്. വണ്ടി ഓടുന്നെങ്കിലും ഉണ്ടല്ലോ, അത് മതി. എൻ്റെ ബൈക്കിൻ്റെ അവസ്ഥ എന്തായാലും ഉണ്ടോ. ATV നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാം. ഒരു കാര്യം ചെയ്യാം, ഞാനേ എൻ്റെ ഈ ഡിഫൻഡർ അവിടെ ഇട്ടിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പോവാം. എന്തോന്നും മറ്റേ ആ വണ്ടിയുടെ പേരുണ്ടായിരുന്നു മോഡിഫൈഡ് താറ്. എൻ്റെ ഡിഫൻഡർ അവിടെ ഇടാൻ പോവാ. രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്നാൽ പിന്നെ പണിയാണ്. ഇപ്പോൾ ഒരു സ്ഥലമാകുമ്പോൾ രണ്ടുപേരും ഞാൻ അവനെ പോയി പിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കേ നമുക്ക് പോവാം അങ്ങോട്ട്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയുക ഗൈസ്, നമ്മുടെ ഷോറൂമില്ല അത് എന്തോ ഈ ചൂട് കാരണമാണെന്ന് തോന്നുന്നു പൂട്ടിപ്പോയി. കൺസ്ട്രക്ഷൻ സൈറ്റ് ഒന്നും ഇപ്പം ഇല്ല, അതെല്ലാം അടച്ചിട്ടേക്ക്. എന്താണെന്നറിയത്തില്ല. അതുകൊണ്ട് AC ഒന്നും ശരിയാക്കാനും പറ്റത്തില്ല. ഞാൻ ഈ അടുത്ത് ഭാഗ്യത്തിന് അത് വാങ്ങിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. എൻ്റെ ഫ്രണ്ടിൻ്റെ മെയിനായിട്ട് ചൂടെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചത്. പിന്നെ അവൻ്റെ വണ്ടിയിൽ AC കംപ്ലൈൻ്റ് ആയി. അവൻ്റെ ഫോർച്യൂണറാണ്, അതും കംപ്ലൈൻ്റ് ആയിപ്പോയി. അവൻ്റെ വണ്ടിയിലെ ACയും കംപ്ലൈൻ്റ് ആയിപ്പോയി. ഞാൻ കൂട്ടുകാരനെ കൂട്ടിയിട്ട് വരാം ഗൈസ്. അവ എവിടെയാണോ എന്തോ. ചങ്കേ ഇങ്ങോട്ട് വാടാ. എന്താടാ നീ വിളിച്ചേ? എടാ നിനക്ക് എൻ്റെ വീട്ടിലോട്ടൊന്ന് വരാൻ പറ്റുമോ? ഈ വണ്ടി ഒന്ന് ആവശ്യമുണ്ടായിരുന്നു ചങ്കേ. നിനക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ? അവിടെ നല്ല ചൂടാ. നിൻ്റെ വണ്ടിയുടെ AC കംപ്ലൈൻ്റ് ആയല്ലേ? അതിനകത്ത് കംപ്ലൈൻ്റ് ആയില്ലേ ഞാൻ പറഞ്ഞതെന്ന്. വേണമെങ്കിൽ വരാം. അല്ല എൻ്റെ വീട്ടിൽ വന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരേ സ്ഥലത്ത് നിൽക്കുക. ഇതിപ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്നാൽ വണ്ടി ഒരാൾക്ക് കിട്ടുമ്പോഴേ മറ്റേ ചൂടായി കിട്ടില്ല. എന്നാൽ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം. എടാ നിനക്കൊരു കാര്യം അറിയാം, എൻ്റെ വണ്ടിയുടെ AC കംപ്ലൈൻ്റ് ആയിപ്പോയി. ഇന്നെടുത്തപ്പോൾ AC കിട്ടുന്നില്ല. എൻ്റെ ബൈക്ക് അവിടെ കിടന്ന അവിയായിരിക്കും. അതിനെന്താ അവസ്ഥ ആയതുകൊണ്ട് അറിയത്തില്ലടാ. ഈ വണ്ടി കൊണ്ട് അവിടെ ഇട്ടാൽ പിന്നെ ആ ഒരു ഭാഗമെല്ലാം തണുക്കും. ഇതാണ് നമുക്ക് നേരെ സ്വിമ്മിങ് പൂളിൽ പോയി അവിടുത്തെ തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിച്ചാലോ വേണമെങ്കിൽ. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇന്നലെ വരെ അല്ല മെഞ്ഞാന്ന് വരെ നല്ലൊരു തണുത്തെന്ന് പറയാൻ പറ്റില്ല, ഒരു നോർമൽ ക്ലൈമറ്റ് ആയിരുന്നു. ഇന്ന് പെട്ടെന്ന് ചൂടായി. ഇന്നലെ മുതൽ പെട്ടെന്ന് ചൂടായി. നിൽക്കുന്നില്ലടാ, അതാണ് എനിക്കും മനസ്സിലാവാത്തത്. അതായത് നമുക്ക് പോവാം. അപ്പം നിന്നെ ഡിഫൻഡറോ അതിവിടെ കണ്ടോട്ടി. അതിനി എന്തിനു കൊള്ളാം. ഷോറൂമും പൂട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്തു കോപ്പ് ചെയ്യാൻ. ഞാൻ ഇതിവിടെ ഇട്ടിട്ട് ഒരു ഗുണമില്ലടാ. ഇത് കൊണ്ടുപോയിട്ട് ഒരു ഗുണമില്ലടാ. എന്നാൽ നീ ഈ വണ്ടി ഇവിടെ ഇട്ടോ. പിന്നെ ഷോറൂമും പൂട്ടിപ്പോയില്ലടാ. ഇനിയിപ്പോൾ എന്ത് കോപ്പ് ചെയ്യാൻ. അതും ശരിയാ, ചെയ്യാൻ പറ്റില്ല. തൽക്കാലം ആ വണ്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എടാ നിനക്കൊരു കാര്യം അറിയാം, ഈ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ കാരണം അവിയാ. അതുപോലെ തന്നെ എന്താ എൻ്റെ ഫോർച്യൂണറും കാരണം അവിയാണ്. ഞാൻ ഷെഡിനകത്ത് കൊണ്ട് ഇട്ടിട്ടും കാരണം അവിയാണ്. എടാ ഞാൻ വണ്ടി എടുത്തോട്ടാ. നീ സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ വന്ന് കയറിയേക്കാമടാ. ഓക്കെ ഗൈസ്, നമുക്ക് വണ്ടി മാറ്റാം.
ഇത് ശരിക്കും എന്താ വണ്ടിയാ? ഞാൻ വാങ്ങിച്ചുകൊണ്ട് ഇട്ടതാ, അവന് വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തതാ. അല്ലടാ ചങ്ങി. അതെ അതെ. ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഹോണ്ട രണ്ടാമത്തെയും മീറ്റർ ബോക്സ് രണ്ടാമത്തെ ആ സംഭവം നോക്കുന്നത്. എന്തൊരു തണുപ്പ് ഇതിനകത്ത്. എടാ ചങ്കി, നിനക്കൊരു തണുപ്പ് കിട്ടുന്നുണ്ടായിരുന്നോ? ഫുള്ള് തണുപ്പായിരുന്നു കേട്ടോ. ആണല്ലേ, നല്ല തണുപ്പ് വയസ്സിനകത്ത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കാരണം തണുപ്പാകത്ത. ഇത് ഒരു സൈഡിൽ കൊണ്ടിട്ടാൽ അവിടെ ഫുള്ള് തണുപ്പാവും. അതാണ് എൻ്റെ ഗുണം. ഒരു ഇടിഞ്ഞ സ്ഥലമായാലും അവിടെ തണുപ്പ് നിറഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അയ്യോ അടാ പതുക്കേടാ, നീ വണ്ടീനെ പൊളിക്കോ? വണ്ടീനെ പൊളിക്കൊന്നുമില്ല, പതുക്കെ എടുക്കുന്നുള്ളൂ. ഓക്കെ, എൻ്റെ ഡിഫൻഡർ ഞാൻ തൽക്കാലം ഇവിടെ ഇടുകയാണ്. കീ ഞാൻ എടുക്കാം. കീഞ്ഞ് വെച്ചോടാ. ഓക്കേ, നീ സാധനം എല്ലാം പോയി എടുത്തോ. ഞാൻ ഇപ്പോൾ എടുക്കാടാ. ഓക്കെ ഗൈസ്, എൻ്റെ ഫ്രണ്ട് പോയി സാധനമൊക്കെ എടുത്തിട്ട് വരട്ടെ. ഓക്കേടാ ചങ്കി, അപ്പോൾ പോവല്ലേ? സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ ഗൈസ്, അപ്പം ഞാനും എന്താ ചങ്കും എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാന്ന്. ഈ താർ മോഡിഫൈഡ് താർ എടുത്ത് എന്ത് സുഖം ഗൈസ് ഇതിനകത്ത് ഇരിക്കാൻ. നല്ല തണുപ്പാണ് ഇതിനകത്ത്. ആ ഒരു നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാം. എടാ നീ കാല് വെച്ചൊന്ന് ഇറങ്ങി നോക്ക്, ചുട്ടു പൊള്ളുക ചെരുപ്പിട്ടാലും. അതേടാ, നിൽക്കാൻ പറ്റുന്ന തന്നെ അതിശയം എങ്ങനെയൊക്കെയോ. ഓക്കെ, ഇത് നേരെ കൊണ്ട് പൂളിൽ ഇറക്കാൻ വേണ്ടി. അതേടാ, പൂളിൽ കൊണ്ട് ഇറക്ക്. നിന്റെ വണ്ടിയുടെ ആരും എന്ത് എവിടാ? വണ്ടിയുടെ AC അടിച്ചു പോയില്ലേ? ഇനിയിപ്പോൾ എന്ത് കോപ്പിയാ? അറിയില്ലടാ, ഷോറൂമും പൂട്ടിപ്പോയി. പിന്നെ വേറെ ഏതോ സിറ്റി ഉണ്ട്, അവിടെ വലിയ ഷോറൂം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ട്. ഓക്കെ, ഞാൻ നേരെ കൊണ്ട് പൂളിൽ ഇറക്കി ഗൈസ് വെള്ളം. നീ കുറച്ചേരം ഇതിനകത്ത് കിടന്ന് നീന്താം. അടാ നീ വരുന്നില്ലേ? കുഴപ്പമില്ല, ഞാൻ വണ്ടിക്കകത്തിരുന്നോളാം. നീ പോയി, നിനക്ക് വേണമെങ്കിൽ നീ പോയി നീന്തോ. എന്നാ ശരിടാ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നീന്താം. ഇവിടെ കിടന്ന് എന്താ സുഖം. ഇപ്പം ചെറുതായി തണുപ്പാവുന്നുണ്ട്. ചെറുതായല്ല, തണുപ്പായി വരും ഓൾമോസ്റ്റ് ഗൈസ്. ഓൾമോസ്റ്റ് തണുപ്പായി. എടാ ലഗേജൊക്കെ നീ എടുത്ത് പുറത്ത് പോയി ഇടാ ചങ്കെ. അതൊക്കെ ഞാൻ എടുത്ത് വയ്ക്കാം. ഓക്കേ, നല്ല സുഖം ഗൈസ് ഇവിടെ നീന്താൻ. ഈ വണ്ടിയിൽ ജമ്പ് സംഭവമൊക്കെ ഉണ്ട്. മാത്രമല്ല ഊണിലിറക്കിയ കുഴപ്പമില്ല, വണ്ടി കേടൊന്നും വരത്തില്ല. ഇപ്പോഴും ഷോറൂമില്ല. പമ്പൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പമ്പും വല്ലപ്പോഴൊക്കെ ഉള്ളൂ. വല്ലപ്പോഴും ഉള്ളെന്നല്ല, അല്ല ഇപ്പം വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ പമ്പ് നിങ്ങൾ എന്തോന്ന് ചോദിച്ചാൽ പമ്പ് ഇടയ്ക്കൊക്കെ ഉള്ളൂ. കാരണം ഈ എണ്ണ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അത്രയ്ക്കും ചൂടാണ് ഇവിടെ. നിങ്ങൾ ക്ലൈമറ്റ് നോക്കിയേ, ഇവിടെ വെയിൽ കണ്ടാ നിങ്ങൾ പെട്ടുപോകും ഗൈസ്, പെട്ടുപോകും. ഓക്കെ ഗൈസ്, ഇത്രയുള്ള ഈ വീഡിയോ ജസ്റ്റ് ചൂടിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ് ഈ വീഡിയോ. അപ്പം ഇനി പുതിയ പുതിയ വീഡിയോസിലൊക്കെ കാണുന്നവർ ഗുഡ് ബൈ ഗൈസ്. എടാ ചങ്ങ ഞാൻ നിർത്തത്തടാ. നീ നിർത്തിക്കോടാ. ഓക്കെ ഗൈസ്, അപ്പം ഗുഡ് ബൈ.